നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞാനിടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന സന്തോഷം. നമ്മുടെ ടെക്നിക്സൊക്കെ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. അനുഭവമാണ്, ചെയ്യണം പക്ഷേ. ഓക്കെ, അപ്പം ഇന്ന് ഞാനൊരു പുതിയ ടെക്നിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. തലയണ മന്ത്രം. ഒന്നുമല്ല, പില്ലോ ടെക്നിക്ക്. ഒരു പില്ലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏത് ടെക്നിക്സ് ആണെങ്കിലും, ഏത് തരം ടെക്നിക്സുകളാണെങ്കിലും, പ്രവൃത്തികളാണെങ്കിലും, കർമ്മങ്ങളാണെങ്കിലും, മന്ത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% വിശ്വാസത്തോടെ നാം ചെയ്യണം. വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ നേടും എന്നല്ല, ഞാൻ ആ ഒരു ഏതൊന്നിനെക്കുറിച്ചാണോ ഞാൻ ചിന്തിക്കുന്നത്, ആ കാര്യം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നാം ഓരോ കർമ്മവും, ഓരോ പ്രവൃത്തിയും, ഓരോ ടെക്നിക്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പരീക്ഷണം പോലെ ആവരുത്. അങ്ങനെ ആകുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടാണ്. സോ നമ്മൾ പൂർണ്ണമായും നമ്മളെ പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നന്മ വരാൻ, നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ നന്മ വരാൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും സാധിക്കും. സാധിക്കാതെ എവിടെ പോകാനാണ്? എനിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കില്ലേ? അല്ലെങ്കിൽ വേറൊരാൾക്ക് സാധിച്ച് അവരനുഭവം പറയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പം വേറൊന്നല്ല, നമ്മൾ ഈ പില്ലോ ഇത് ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളിത് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്കിത് ബെനിഫിറ്റ് ലഭിക്കുന്നത്, കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നു എന്ന് വെച്ചാൽ, നാം ഉറങ്ങാൻ പോകുന്നതിന് 3 മണിക്കൂർ, അതായത് നമ്മളിപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കും. അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് ആക്റ്റീവ് ആവും. അപ്പോഴേ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചിന്തിച്ചതും ചെയ്തതുമായ ഏതൊരു കാര്യമാണോ ആ കാര്യം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലും 3 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉപബോധ മനസ്സത് പെട്ടെന്ന് കോപ്പി ചെയ്യും. എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തെ അതിനു വേണ്ടി സജ്ജമാക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിത്തരും. ആ വഴിയിലൂടെ നമ്മളൊന്ന് നടക്കുകയേ വേണ്ടൂ. വ്യക്തികളായോ, സാഹചര്യങ്ങളായോ, ഫോൺ കോളായോ, അങ്ങനെ എന്തും നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിച്ചു തരും. പക്ഷെ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ അതും കോപ്പി ചെയ്യും. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തതും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും മോശവുമായിട്ടുള്ള സംഭവങ്ങൾ, സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതൊക്കെ വന്നിരിക്കുക എന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്സിലേക്ക് കടക്കാം. ഒരു പേപ്പർ പീസ്, ഓക്കെ, ഒരു പേപ്പർ പീസ് എടുക്കാം. എന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും പണമാണല്ലോ, ആദ്യമേ പ്രയോറിറ്റി പണത്തിനാണല്ലോ. അപ്പോൾ നിങ്ങൾ പണം എഴുതാം, എത്രയാണോ വേണ്ടത് അത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയൊരു എമൗണ്ട് എഴുതുക ആദ്യം. കാരണം അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിലീഫ് നിങ്ങളിൽ വരും, ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾക്ക് കൂട്ടി എഴുതാം. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും. എനിക്ക് 3000 രൂപ ലഭിക്കുന്നു. ഓക്കെ, എനിക്ക് 3000 രൂപ ലഭിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കിടക്കാൻ പോകുമ്പം ഈ തലയണ ഉപയോഗിക്കുമല്ലോ, ഈ തലയണല്ലോ ഏതെങ്കിലും ഒരു പില്ലോ നിങ്ങൾ ഉപയോഗിക്കുമല്ലോ, ആ പില്ലോയുടെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബെഡിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എഴുതിയത് വായിച്ച് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട്, ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് 3000 എഴുതിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യം പോലെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ എഴുതി അത് കിട്ടിയതായി ഫീൽ ചെയ്ത് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പില്ലോൻ്റെ അടിയിൽ വെച്ചിട്ട് കിടക്കുക.
ഇതൊരു പ്രാവശ്യം എഴുതിയാൽ മതി. എന്നിട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 21 ദിവസം ആ എഴുതിയ പേപ്പർ തന്നെ വീണ്ടും വീണ്ടും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കി ഫീൽ ചെയ്ത് സന്തോഷത്തോടു കൂടി ഉറങ്ങുക. അങ്ങനെ 21 ദിവസം റിപ്പീറ്റ് ചെയ്താൽ ഇതേ സെയിം പേപ്പർ തന്നെ പിന്നെ എഴുതേണ്ട ഒരു പ്രാവശ്യമേ എഴുതണ്ടു. ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ വീഡിയോ ഫുൾ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം, ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ടെക്നിക്കും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.